ഞാൻ ചേച്ചിനെ പ്രാങ്ക് ചെയ്യാൻ പോണു ഗൈസ്. ചേച്ചി എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിക്കാം, ഞാൻ വേറെ രീതിയിൽ കാണിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. നമുക്കപ്പം ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് എപ്പോഴും ചേച്ചി എന്നെ പ്രാങ്ക് ചെയ്തിട്ടുള്ള റൂമാണ് ഗൈസ്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഗൈസ്. ഞാൻ ഇവിടെ കണ്ടിരിക്കാൻ പോകുന്നത് ഇത് ഈ അലമാരിയുടെ ഇപ്പുറത്തെ ഈ സൈഡിലാണ് ഇവിടെ കട്ടൻ. അയ്യോ ഭയങ്കര വെളിച്ചം. ഇത് ചുമ്മാ ഒന്നും തുറന്നിട്ടല്ലോ, അല്ലെങ്കിൽ വേണ്ട ചേച്ചി പിടിക്കും. തടച്ചന്നിടാം. ചേച്ചി ഇവിടെ ഇരുന്നിട്ടാണ് എന്നെ കൂടുതലും പ്രാങ്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. നമുക്കപ്പോൾ ഇവിടെ കയറിയിരിക്കാം ഗൈസ്. നമ്മളപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് ദേവ ചേച്ചിനെ വിളിക്കാം. ദേവോ, നടുക്കത്തെ റൂമിലോട്ടൊന്ന് വരുമോ? ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് പ്രാങ്ക്? പ്രാങ്ക് ചെയ്യുന്നെങ്കിലും എന്ത് പരിപാടി ഞാൻ കാണിച്ചത്? നീ എത്ര പ്രാങ്ക് ചെയ്തിട്ടുണ്ട്? പ്രാങ്ക് ചെയ്തിട്ടില്ല. പ്രാങ്ക് ചെയ്യുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ പതുക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു തശ്ശാന്ത് റൂമി അങ്ങനെ പതുക്കെ പറയായിരുന്നു. നീ എൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളതുകൊണ്ട്. എന്താ നീ തൊട്ടടുത്ത് വെച്ചാ പറഞ്ഞു? ഞാൻ കേട്ടില്ലല്ലോ. നീ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ ഗൈസ്? ഇപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടേ. ഈ ഫോൺ കൊണ്ട് ഇങ്ങനെ നീ എന്നാലും അങ്ങനെ ഈ ഫോൺ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തേ? അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. ഹലോ ഗൈസ്. അപ്പം ഗൈസ് ഇവളുടെ ഈ പ്രാങ്ക് എങ്ങനെയൊക്കെയോ ഇന്ന് സക്സസ് ആയി ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയൊക്കെയോ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രാങ്ക് മൊത്തം പാളിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ആക്കിയിട്ടാണ് നിങ്ങളെ കാണിക്കാറുള്ളത്. പാളിയെന്ന് വെച്ചാൽ ഇവളെന്നെ പ്രാങ്ക് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് ശരിക്കുള്ളത്. അവൾ കുറച്ച് മുമ്പേ ഞാനിപ്പോൾ ഈ വീഡിയോ കട്ടാക്കിയല്ലേ എടുക്കുന്നത്. അവൾ പറഞ്ഞു അവൾ കുറച്ച് മുമ്പേ പ്രാങ്ക് ചെയ്യാൻ നോക്കിയപ്പോൾ സ്ഥലം ശരിയായില്ല, അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ സെറ്റിൽ ചെയ്താണ് അവസരം. ഇന്നത്തെ വീഡിയോ